ഹായ് ഫ്രണ്ട്സ്, മാത്സ് അവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ 8 ഭാഗങ്ങളാണ് കഴിഞ്ഞ 8 ക്ലാസ്സുകൾ നമ്മൾ പൂർത്തീകരിച്ചു. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ? ഓരോ പാർട്ടുകളായിട്ട് ചെയ്തു. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു. മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ. ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ SLC പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഒന്ന് ചെയ്തു നോക്കുകയാണ്. നമ്മൾ പഠിച്ചത് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമല്ലോ, എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇത് ഉപയോഗപ്പെടുത്താം. ഈ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ക്വസ്റ്റ്യൻസ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മുടെ പഴയ കുട്ടികളോട് ചോദിച്ചാൽ കിട്ടും, അതുപോലെ മറ്റുള്ളതിലൊക്കെ കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. 2019 SLC പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. പ്രോബ്ലം വായിച്ചല്ലോ. പ്രോബ്ലം ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. The fifth term of an arithmetic sequence is 38 and 8th term is 62. അതിൽ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, A, B എന്ന് പറഞ്ഞിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 5th ടേം 38ഉം 8th ടേം 62ഉമാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ വരികയാണെങ്കിൽ സമാന്തര ശ്രേണിയുടെ 5ാം പദം 38ഉം 8ാം പദം 62ഉമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 38ഉം 8ാം പദം 62ഉമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? ആ സീക്വൻസിൻ്റെ പൊതുവ്യത്യാസം എന്താണ്? ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? മലയാളത്തിൽ അത്രയേ ഉള്ളൂ. ചോദ്യം വായിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ തന്നെ മനസ്സിലാവും, മലയാളം വേണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മലയാളം മീഡിയക്കാർ കൂടി അത് കെയർ ചെയ്താൽ മതി. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെടുത്ത് എഴുതുന്നു. എന്തൊക്കെ തന്നത്? 5th ടേം, അത് നമ്മൾ എന്ത് പറയും? x5 ദാറ്റ് ഈസ് ഈക്വൽ ടു 38. അടുത്തെന്ത് പറഞ്ഞു? 5th ടേം എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാട്ടോ. ഇതൊന്ന് ജസ്റ്റ് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ 5th ടേം എന്ന് എഴുതണം. രണ്ടാമത് നമ്മളോട് പറഞ്ഞത് എന്താണ്? 8th ടേം ആണ്. 8th ടേം x8 ദാറ്റ് ഈസ് ഈക്വൽ ടു 62. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഇതിൻ്റെ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ x8ൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചു? x5 കുറച്ചു. ദാറ്റ് ഈസ് 62 മൈനസ് 38. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 8ൽ നിന്ന് 5 കുറച്ചു. 8 മൈനസ് 5 3 തവണ കോമൺ ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഡിഫറൻസ്. ദാറ്റ് ഈസ് 24. 62 നിന്ന് 38 കുറച്ച് കഴിഞ്ഞാൽ 24 കിട്ടി. അപ്പോൾ D ഈക്വൽ ടു എന്ത് കിട്ടും? 24/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ്? വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദി സീക്വൻസ് ബി 100? വൈ? ഇത്രയുള്ള ക്വസ്റ്റൻ എന്താണ്? ഈ കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ്, 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം, ഈ സീക്വൻസിലെ 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം 100 ആകുമോ? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റനാണ്. 2 ടേമുകൾ, അതായത് ഈ സീക്വൻസിൽ, ഈ ശ്രേണിയിലെ 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം 100 ആകുമോ? കാരണം എന്ത്? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടാമത്തേക്ക് പോവാം. നമുക്ക് B എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത്. അതാണ് ഇതിൻ്റെ പ്രധാന ഘടകം. ഒന്ന്, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടണം. ഓരോന്നിനും ഉത്തരം എഴുതുമ്പോഴും A, B എന്ന് പറഞ്ഞ് എഴുതണം. അല്ലാതെ നമ്മൾ ഒന്നിച്ച് എസ്സേ പോലെ എഴുതി വിടരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ A എന്ന് എഴുതാം, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോൾ B എന്ന് എഴുതാം. സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മുടെ മാർക്കും പോകും. ഓക്കെ, ശരി. അപ്പോൾ രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഡിഫറൻസ് 100 ആകുമോ? എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞത്? ഇവിടെ നോക്കൂ, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് തമ്മിൽ വന്നപ്പോൾ കോമൺ ഡിഫറൻസിനെ 3 കൊണ്ടാണ് കുറിച്ചത് അല്ലേ? അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 100നെ ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ പറയാം. കോമൺ ഡിഫറൻസ് കൊണ്ട് 100നെ ഹരിക്കാൻ പറ്റിയാൽ എന്തായി? ഡിഫറൻസ് ആകാം. നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് 24 ആയിരുന്നു. 62 നിന്ന് 38 കുറച്ചപ്പോൾ 24 കിട്ടി. 24 കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കാൻ പറ്റി, അതുകൊണ്ടല്ലേ 8 കിട്ടിയത്. 8 കോമൺ ഡിഫറൻസ് ആയത് എന്താണ്? 24 8 കൊണ്ട് ഹരിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടേമിൻ്റെ ഡിഫറൻസ് 100 ആകുമോ എന്ന് ചോദിച്ചാൽ 100 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 100നെ കോമൺ ഡിഫറൻസ് കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റണം. കോമൺ ഡിഫറൻസ് എത്രയാണ്? 8 ആണ്. 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയെങ്കിലും 100 കിടക്കണ്ടോ? 100നെ 8 കൊണ്ട് ഹരിച്ചു നോക്കുക. 100 ഹരിക്കണം 8 എത്രയാണ്? ഹരിക്കാൻ പറ്റുമോ? 10 8 80, 11 8 88, 12 8 96. 96ൽ നിൽക്കും. ബാക്കി റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടും? 4 കിട്ടും. റിമൈൻഡർ 4 കിട്ടും. അപ്പോൾ ഇത്രയേ നമ്മൾ എഴുതണ്ടുള്ളൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടേംസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ്, എനി ടേംസ് ഓഫ് ദി സീക്വൻസ് is the multiple of
common difference, that is 8. Difference between any two terms of an arithmetic sequence is a multiple of common difference. അഥവാ ഈ സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ കഴിയണം, അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. അപ്പോൾ 100 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 8. അപ്പോൾ എത്ര എഴുതണ്ടുള്ളൂ? 100 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നതിൻ്റെ മൾട്ടിപ്പിൾ അല്ല 100. അതുകൊണ്ട് എന്തെഴുതണം? സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് നോട്ട് ബി 100. ഓക്കെ, നോട്ട് ബി എന്ന് മാത്രമേ ഇവിടെ ചേർക്കാനുള്ളൂ. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് നോട്ട് ബി 100, അല്ലെങ്കിൽ കുഡ് നോട്ട് ബി 100. ഓക്കെ, ടെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനും തന്നെ ആൻസർ ഉണ്ടാക്കി പഠിക്കുക, പിന്നെ വേറെ വേർഡ്സ് ഒന്നും പഠിക്കണ്ടല്ലോ, നമ്മുടേതായ വാക്കിൽ എഴുതാം. അപ്പോൾ മലയാളത്തിൽ എഴുതുന്ന എങ്കിലും എന്തെഴുതാം? ആയതുകൊണ്ട് ഈ രണ്ട് പദങ്ങളുടെ, ഈ സീക്വൻസിലെ രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 അല്ല. പരിപാടി കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഡിഫറൻസ് എത്ര ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഡിഫറൻസ് ആയിരിക്കാം, വ്യത്യാസമാണ്. കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കാൻ പറ്റില്ലെങ്കിൽ വ്യത്യാസമല്ല. ക്ലിയർ ആണല്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചോദ്യം വായിച്ചില്ലേ? എന്താണ്? രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. Write the first term and the common difference of the arithmetic sequence whose algebraic expression is 3n plus 5. Algebraic expression തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. മലയാളത്തിൽ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n plus 5 ആണ്. അതിൻ്റെ ഒന്നാം പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കുക. ബീജഗണിത രൂപം 3n plus 5 വന്നിട്ടുണ്ട്, ഒന്നാം പദവും പൊതുവ്യത്യാസവും കാണുക. രണ്ടാമത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് തന്നത് എന്താണ്? ബീജഗണിത ഓൾജിബ്രിക് ഫോം ആണ് തന്നത്, xn ആണ് തന്നത്. xn ഈക്വൽ ടു 3n പ്ലസ് 5. ഇതിലൊന്നുമില്ല, എന്നിൻ്റെ ടേമായിട്ട് വരുന്ന സാധനത്തിനാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഡി എന്ന് പറയുന്നത് ഒന്നുമില്ല, സിമ്പിളായിട്ട് എഴുതാം നമുക്ക്. ഇപ്പോൾ ഡി ഈക്വൽ ടു 3. അതിൽ നമുക്ക് സ്റ്റെപ്പ് വെച്ച് എഴുതാം. ഒന്നാം പദം കാണാൻ എന്ത് ചെയ്താം? x1 n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ x1 കിട്ടും. അപ്പോൾ 3 × 1 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 5 ദാറ്റ് ഈസ് 8. അടുത്ത x2 n ഈക്വൽ ടു 2 കൊടുത്തു. അപ്പോൾ x2 ഈക്വൽ ടു എന്ത് കിട്ടും? 3 × 2 പ്ലസ് 5 ദാറ്റ് ഈസ് 6 പ്ലസ് 5 ദാറ്റ് ഈസ് 11. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ് കിട്ടുക? കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു x2ൽ നിന്ന് x1 കുറക്കുന്നതാണ് ഡി. 11 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ആ 3 തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. എന്നിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്ന സംഭവമാണ് ഡി എന്ന് പറയുന്ന സാധനം. അത് പഠിച്ചു വയ്ക്കുക. ഇനി ഇതൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ കോമൺ ഡിഫറൻസ് മാത്രമേ ചോദിച്ചു വെച്ചെങ്കിൽ 3 എടുത്ത് എഴുതിയാൽ മതി. ക്ലിയർ ആയാലും ഒന്നാമത്തെ ഭാഗം ശരിയല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് 5. റൈറ്റ് ദ ആൽജിബ്രിക് ഫോം. തിരിച്ചാണ്, അതായത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, ഓൾജിബ്രിക് ഫോം കാണണം. നേരത്തെ ഓൾജിബ്രിക് ഫോം തന്നിട്ട് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കാണാൻ പറഞ്ഞു, ഇത് തിരിച്ച് കാണാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് എടുത്ത് എഴുതാം. ഇവിടെ ഞാൻ പറഞ്ഞു നമ്പർ ഇടാൻ മറക്കരുത്. ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 8ഉം ഒന്നാം പദം 8ഉം പൊതുവ്യത്യാസം 5ഉമാണ്. അതിൻ്റെ ബീജഗണിത രൂപം എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ടൈം x1 എന്ന് പറയുന്നത് 8 കിട്ടി, ഡി എന്ന് പറയുന്നത് 5 കിട്ടി. എന്ത് ചെയ്യണം? ഓൾജിബ്രിക് ഫോം എഴുതണം. xn ഈക്വൽ ടു, അതിനാണ് ഓൾജിബ്രിക് ഫോം എന്ന് പറയാം. എന്താണ്? ഫസ്റ്റ് ടൈം x1 പ്ലസ് n - 1 ഇൻറ്റു ഡി. x1 എത്രയാണ്? 8 പ്ലസ് n - 1 ഇൻറ്റു 5 ദാറ്റ് ഈസ് 8 പ്ലസ് 5n മൈനസ് 5. 8 ന്ന് 5 കുറച്ചാൽ 3 കിട്ടും. 5n പ്ലസ് 3. ക്ലിയർ ആണല്ലോ? ഒന്നാം പദം തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്, അതിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിച്ചു. സിമ്പിളായിട്ട് നമ്മളിതൊക്കെ പഠിച്ചതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നമുക്ക്. മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ക്വസ്റ്റൻ എന്താണ്? 3 ചോദ്യങ്ങളുണ്ട് ഇതിൽ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് x - 1, x, x plus 1 etc. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് x - 1 ഈസ് എൻ ഈവൻ നമ്പർ വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ. തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു 1 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2020
SLC പരീക്ഷയ്ക്ക് ചോദിച്ച ഈ വർഷം നടന്ന SLC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 3 മാർക്കാണ് ഇതിനുള്ളത്. ഓരോ ഒന്നിനും ഓരോ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്താണ്? പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ സീക്വൻസ് ഇതാണ്, x-1 x+1. എന്താണ് പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്യും? ഒന്നാം പദത്തുനിന്ന് രണ്ടാം പദത്തുനിന്ന് ഒന്നാം പദം കുറയ്ക്കും. ഇനി അത് കുറയ്ക്കാൻ കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മൂന്നാം പദത്തുനിന്ന് രണ്ടാം പദം കുറയ്ക്കും. ഇവിടെ നമുക്ക് മൈനസ് വന്നുകൊണ്ട് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറയ്ക്കാം അല്ലേ? അപ്പോൾ ഡി സമം എന്ത് ചെയ്താം? x+1 നിന്ന് എക്സ് കുറയ്ക്കാം. x+1 നിന്ന് എക്സ് കുറയ്ക്കാറുണ്ട്. ഈ എക്സും ഈ എക്സും ക്യാൻസലായി പോകും. ബാക്കി എന്തുണ്ടാവും? 1 കിട്ടും. അപ്പോൾ നോക്കൂ, x-1 കൂടി 1 കൂട്ടിയപ്പോൾ എക്സ് കിട്ടി. എക്സിനോട് കൂടി 1 കൂട്ടിയപ്പോൾ x+1 കിട്ടി. ഡി കിട്ടിയില്ലേ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായി. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താ പറഞ്ഞത്? ഇഫ് x-1 ഈസ് എൻ ഈവൻ നമ്പർ വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ. എന്താണ് ഈവൻ നമ്പർ? ഈവൻ നമ്പർ 2 കഴിഞ്ഞാൽ പിന്നെ ഏതുണ്ടാവുക? 3 ഉണ്ടാവുമോ? ഇല്ല, 4 ഉണ്ടാവുക. 4 കഴിഞ്ഞാൽ 6 ഉണ്ടാവും. 6 കഴിഞ്ഞാൽ 8 ഉണ്ടാവും. അതായത് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 അക്കം വെച്ച് ആഡ് ചെയ്ത് പോകുന്നതാണ് ഈവൻ നമ്പർ. 2, 4, 6, 8 ഇതിനാണ് ഈവൻ നമ്പർ എന്ന് പറയാം. അപ്പോൾ x-1 ആദ്യത്തെ നമ്പറാണ്. നെക്സ്റ്റ് നമ്പർ എന്തുണ്ടാവും? x-1 കൂടി എത്ര ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ x-1 കൂടി നെക്സ്റ്റ് നമ്പർ, നെക്സ്റ്റ് ഈവൻ നമ്പർ ഈക്വൽ ടു x-1 + 2. 2 അല്ലേ ആഡ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 + 2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? +1. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ടു. അപ്പോൾ x+1. അല്ലാതെ എക്സിൽ നിന്ന് 1 കുറച്ചിട്ട് ഇതാക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് സംഖ്യകൾ തമ്മിലാണ് കൂട്ടുക. -1ഉം 2 കൂടി കൂട്ടി +1 കിട്ടി. ദാറ്റ് ഈസ് x+1. സിമ്പിൾ അല്ലേ? ഈവൻ നമ്പറാണ്. ഇപ്പോൾ ഓഡ് നമ്പറാണ് ചോദിച്ചാലും എന്ത് ചെയ്യുക? 2 ആഡ് ചെയ്യുക. ഈവൻ നമ്പർ തന്നു, ഓഡ് നമ്പർ ചോദിച്ചാൽ എത്ര ആഡ് ചെയ്യേണ്ടുള്ളൂ? 1 ആഡ് ചെയ്യേണ്ടുള്ളൂ. ഈവൻ നമ്പർ ചോദിച്ചാൽ അടുത്ത ഈവൻ നമ്പർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? 2 ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഈവൻ നമ്പേഴ്സ് ആണെച്ചെങ്കിൽ 2 വെച്ച് ആഡ് ചെയ്യണം. ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും 2 വെച്ച് ആഡ് ചെയ്യണം. പക്ഷേ ഈവൻ തന്ന് ഓഡ് ചോദിച്ചാൽ 1 ആഡ് ചെയ്താൽ മതി. ഓഡ് തന്ന് ഈവൻ ചോദിച്ചാലും 1 ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ്? സി. പ്രൂവ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡഡ് ടു 1 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. തെളിയിക്കാനാണ്. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുക. എന്താ ചോദ്യം? പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിനോട് കൂടി 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. വർഗ്ഗം കിട്ടുമെന്നാണ്. വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണെന്ന് വെച്ചാൽ x², x+1 ആണെങ്കിൽ x+1 ഹോൾ സ്ക്വയർ. അതിനാണ് വർഗ്ഗം, പെർഫെക്റ്റ് സ്ക്വയർ വർഗ്ഗം എന്ന് പറയാം. അപ്പോൾ എത്രയേ ഉള്ളൂ? 2 ഈവൻ നമ്പേഴ്സ്, അടുത്തടുത്ത ഈവൻ നമ്പേഴ്സുകളുടെ പ്രോഡക്റ്റിനോട് കൂടി 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. 2 തൊട്ടടുത്തുള്ള ഈ ഈവൻ നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകളോട് കൂടി ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോടു കൂടി 1 കൂട്ടിയാൽ വർഗ്ഗം കിട്ടും എന്ന് തെളിയിക്കാനാണ് പറഞ്ഞുള്ളത്. 2 തൊട്ടടുത്ത ഇരട്ട സംഖ്യകളോട് കൂടി ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോടു കൂടി 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വർഗ്ഗം കിട്ടുമെന്ന് തെളിയിക്കണം. പ്രോഡക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ എടുത്തില്ലേ, x-1 ഒരു ഈവൻ നമ്പറാണ്, x+1 അടുത്ത ഈവൻ നമ്പറാണ്. അപ്പോൾ 2 പ്രോഡക്റ്റ് കിട്ടിയില്ലേ? പ്രൂവ് ദാറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോൾ ലെറ്റസ് എന്തെടുക്കാം? x-1 x+1 ആർ ദ ഈവൻ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? x-1 കൂടി പ്രോഡക്റ്റ്, അതിൻ്റെ പ്രോഡക്റ്റ് x+1 ഇത് രണ്ടും കൂടി ഗുണിക്കണം. അത് ഗുണിച്ചിട്ട് എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം, +1. x-1 × x+1 a + b × a - b നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലേ? ചെറുതായിട്ട് വരുന്നുണ്ട് ഓർമ്മ. a - b × a + b = a² - b² ഇല്ലേ? അപ്പോൾ അതേപോലെ x-1 × x+1 അതിനെന്ത് എഴുതാം? x² - 1a² + 1. ദാറ്റ് ഈസ് x² - 1 + 1. -1ഉം +1ഉം വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? x². ഇതൊരു സ്ക്വയർ അല്ലേ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? സോ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? വളരെ സിമ്പിളായിട്ട്. നമ്മൾ ചോദ്യം കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് ടെക്സ്റ്റ് ഇങ്ങനെ കുറേശ്ശെ ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1, 3, 5, 7, 9 etc. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരെണ്ണം കൂടിയിട്ട് 4 എണ്ണം ഉണ്ട്. അത് പിന്നീട് വരും, വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ.
1357 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 ടേമുകളുടെ സമ്മ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ചോദ്യമാണ്, നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറുണ്ട്. ആദ്യത്തെ 5 ടേമുകളുടെ സമ്മ എത്രയെന്നാണ് ചോദ്യം. എത്രയാണ് സമ്മ? നമുക്ക് കാണാം. എന്താണ് സം ഈക്വൽ ടു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സം ഈക്വൽ ടു എന്താണ് n/2 ഇൻറ്റു ഫിഫ്ത്ത് ടേം പ്ലസ് ഫസ്റ്റ് ടേം. ആദ്യത്തെ 5 ടേം ആകുമ്പോൾ ആദ്യത്തെ 5 ടേമിന്റെ സമ്മ കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ 5/2 ആണ്. ആദ്യത്തെ 5 പദം ആയതുകൊണ്ട് അത്ര എടുത്താൽ മതി. അഞ്ചാമത്തെ ടേം നമുക്ക് ഇവിടെ അറിയാം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. 9 ആണ് നമുക്കറിയാം. 9 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 ഇൻറ്റു 10. വെട്ടിക്കളന്ന് ദാറ്റ് ഈസ് ഈക്വൽ ടു 25. 5 ഇൻറ്റു 5 25. ക്ലിയർ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യത്തിലേക്ക് പോകാം. സിമ്പിളാണ്, ഇത് നമ്മൾ ചെയ്ത് പഠിച്ച സാധനങ്ങളാണ്, വല്ലാതെ സമയം കളയേണ്ടതില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്? ഇതേ സീക്വൻസിന്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്താണ് ചോദ്യം. അപ്പോൾ സം ഓഫ് n ടേംസ്, അത് നമ്മൾ Sn എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അത് കൺഫ്യൂഷൻ ആവുമെങ്കിൽ സം ഓഫ് n ടേംസ്, ഇതേ സീക്വൻസിന്റെ n പദങ്ങളുടെ തുക എന്ത് എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ്, അപ്പൊ n-ന് പകരം n/2 തന്നെയാണ്. ഇൻറ്റു എന്ത് കാണാം? ആദ്യ പദം പ്ലസ് അവസാന പദം എന്താന്ന് കിട്ടണം. എന്നിട്ടല്ലേ ഇത് കാണാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ അവസാന പദം എന്താന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ്, അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ കാണേണ്ടത് സമ്മിന് മുൻപ് എന്ത് കാണണം? അവസാന പദം എന്താണെന്ന് കാണണം. അപ്പൊ ലാസ്റ്റ് ടേം, ദാറ്റ് ഈസ് nth ടേം, അതിനാണ് നമ്മൾ nth ടേം xn എന്ന് പറയുന്നത്. xn കാണാൻ എന്ത് ചെയ്യും? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d, x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. x1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ദാറ്റ് ഈസ് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. d എത്രയാണ്? 3 മൈനസ് 1 2. അപ്പോൾ d ഈക്വൽ ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2. ദാറ്റ് ഈസ് 1 പ്ലസ് 2n മൈനസ് 10. 2 ഇൻറ്റു n 2n, 2 ഇൻറ്റു 1 മൈനസ് 2. ദാറ്റ് ഈസ് 2n മൈനസ് 1 എന്ന് കിട്ടും. ഇതാണ് nth ടേം. അപ്പോൾ സം എന്ന് പറയുന്നത് എന്താണ്? സം ഈക്വൽ ടു സം ഓഫ് n ടേംസ്, ദാറ്റ് ഈസ് n/2 ഇൻറ്റു ലാസ്റ്റ് ടേം 2n മൈനസ് 1 പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ്? 1. ഇവിടെ പ്ലസ് 1 മൈനസ് 1 ബാക്കി എത്ര ഉണ്ടാവും? 2n ഉണ്ടാവും. ദാറ്റ് ഈസ് n/2 ഇൻറ്റു 2n എന്ന് കിട്ടും. രണ്ട് എണ്ണുകൾ ക്യാൻസൽ ചെയ്തു പോകും. ഈ രണ്ടും വെട്ടിപ്പോയി. ബാക്കി എന്താണത്? n ഇൻറ്റു n. അത് നമ്മൾ എന്ത് പറയും? n സ്ക്വയർ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് n ടേംസിന്റെ നമുക്ക് എന്ത് കിട്ടി? n സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ പഠിച്ചതാണ്. എന്റെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, find the sum of the first n terms of the arithmetic sequence 1/n, 3/n, 5/n, 7/n etc. ഈ സീക്വൻസിന്റെ n പദങ്ങളുടെ തുക എന്താണെന്ന് ചോദ്യം. ഈ സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക എന്ത്? അപ്പൊ ആദ്യം d എന്താണെന്ന് കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെയാണ്. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു എന്ത് ചെയ്യണം? 3/n-ൽ നിന്ന് 1/n കുറക്കണം. നമുക്കറിയാം അടിയിലുള്ളത് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, ഛേദം തുല്യമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ളത് തമ്മിൽ ഹരിച്ചാൽ മതി. ന്യൂമറേറ്ററുകൾ തമ്മിൽ കുറച്ചാൽ മതി. അതായത് അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ 3 മൈനസ് 1 എന്താ എഴുതാം? 3 മൈനസ് 1/n ദാറ്റ് ഈസ് 2/n. d 2/n എന്ന് കിട്ടി. ഇനി എന്താണ്? nth ടേം കാണണം. അപ്പോഴല്ലേ നമുക്ക് n ടേംസിന്റെ തുക കാണാൻ പറ്റുള്ളൂ. അപ്പൊ nth ടേം ഈക്വൽ ടു, അതിന് നമ്മൾ xn എന്ന് പറയും. എന്താണ്? ഫസ്റ്റ് ടേം 1/n പ്ലസ് n മൈനസ് 1 ഇൻറ്റു d 2/n. പഠിച്ചല്ലേ? ഒന്നാം പദം പ്ലസ് n മൈനസ് 1 ഇൻറ്റു d, അതാണ് nth ടേം. ദാറ്റ് ഈസ് 1/n പ്ലസ് n-ഉം 2/n-ഉം കൂടി ഗുണിക്കണം. അപ്പോൾ n ഇൻറ്റു 2/n മൈനസ് 1 ഇൻറ്റു 2/n. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ 1/n, ഈ n-ഉം n-ഉം ക്യാൻസൽ ചെയ്ത് പോയി, പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു 2/n എന്ന് പറഞ്ഞാൽ 2/n. നോക്കൂ, 1/n മൈനസ് 2/n. അപ്പൊ എന്ത് ചെയ്താൽ 1 മൈനസ് 2/n എന്ന് എഴുതാം. ഇത് രണ്ടും തമ്മിൽ നമുക്ക് ചെയ്തുകൂടാ. ദാറ്റ് ഈസ് 2 പ്ലസ് 1 മൈനസ് 2
ബൈ എൻ. അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഛേദം തുല്യമാണ്. അപ്പോൾ 1 മൈനസ് 2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ബൈ എൻ എന്ന് കിട്ടും. 1 മൈനസ് 2 മൈനസ് 1. അപ്പോൾ 2 മൈനസ് 1 ബൈ എൻ. ഇതാണ് nth ടേം. ഇനി അടുത്ത് എന്ത് ചെയ്യാം? സം ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം ഏത് വേണമെങ്കിലും എഴുതാം. 2 മൈനസ് 1 ബൈ എൻ ലാസ്റ്റ് ടേം പ്ലസ് 1 ബൈ എൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം. 1 ബൈ എൻ മൈനസ് 1 ബൈ എന്നും പ്ലസ് 1 ബൈ എന്നും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? n ബൈ 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് കിട്ടും. കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും. ഡിവിഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. ചെയ്ത് നോക്കി ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ ആയില്ലേ? ഈ ക്വസ്റ്റൻ ഒക്കെ ഉള്ളോ? അപ്പൊ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഡി. ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ടതിൽ നാലാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ ഡി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 2020 ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് 1 ബൈ 2020, 3 ബൈ 2020, 5 ബൈ 2020 എക്സെട്ര. അതായത് 1 ബൈ 2020, 3 ബൈ 2020, 5 ബൈ 2020 ഈ അരിത്തമെറ്റിക് സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 2020 ടേമുകളുടെ സമ്മ് കാണാനാണ് പറഞ്ഞത്. 2020 നേരത്തെ n ടേമുകളായിരുന്നു, ഇപ്പൊ എന്തായി 2020. ഇതൊക്കെ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ചെയ്താൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡി കാണണം, കോമൺ ഡിഫറൻസ് കാണണം. ഡി എന്ന് ഈക്വൽ ടു എന്ത് ചെയ്യും? 3 ബൈ 2020 മൈനസ് 1 ബൈ 2020. ഞാൻ പറഞ്ഞു ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ളതായി കുറച്ചാൽ മതി. 3 മൈനസ് 1 ബൈ 2020 ദാറ്റ് ഈസ് 2 ബൈ 2020. ഇത് വെട്ടി ചെറുതാക്കാനൊന്നും നിൽക്കണ്ട, നമ്മളവിടെ കിടന്നോട്ടെ. പ്രോബ്ലംസ് എപ്പോഴും വെട്ടി ചെറുതാക്കുന്നതൊക്കെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? 2020 ടേംസിന്റെ തുകയാണ് കാണേണ്ടത്. അപ്പോൾ 2020ാമത്തെ പദം എന്താണെന്ന് കാണാം, ടേം ഏതാണെന്ന് കാണാം. അതാണ് നമ്മൾ ടി 2020. എന്താണ് ഫസ്റ്റ് ടേം? 1 പ്ലസ് 2020 പ്ലസ് 2020ാമത്തെ പദം ആയതുകൊണ്ട് 2020 മൈനസ് 1 ഇൻറ്റു ഡി 2 ബൈ 2020. ക്ലിയർ ആണല്ലോ? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എൻ എന്ന് പറയുന്നത് 2020 ആയതുകൊണ്ട് 2020. ആകെ 2020 കൊണ്ട് ഒരു ബഹളം ആവരുത്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് 1 ബൈ 2020 പ്ലസ് ഇതിനെടുത്ത് കുടിച്ചൂടെ 2020 ഇൻറ്റു 2 ബൈ 2020 മൈനസ് 1 ഇൻറ്റു 2 ബൈ 2020. ഇയാളെ വെട്ടിക്കളയാം. ഇവിടെ 1 2 ബൈ 2020, ഇവിടെ 2 2020, ഇവിടെ ഒന്നിൻ്റെ 2 ഉണ്ട്. ദാറ്റ് ഈസ് 2. ഇനി 1 2020 നിന്ന് 2 2020. ഇപ്പോൾ 1 ഇൻറ്റു 2 2020 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ബൈ 2020. അപ്പോൾ 1 2020 2 2020 കുറക്കണം. നേരത്തെ നമ്മൾ 1 ബൈ n നിന്ന് 2 ബൈ n കുറച്ചപ്പോൾ എന്ത് കിട്ടി? മൈനസ് 1 ബൈ n കിട്ടി. അതേപോലെ 1 നിന്ന് 2 കുറച്ചാൽ മൈനസ് 1 ഉണ്ട്. 2 മൈനസ് 1 ബൈ 2020. ഇതാണ് 2020ാമത്തെ ടേം. കാണുമ്പോൾ കുറച്ച് സംഭവമായിട്ട് തോന്നും, ചെയ്യുമ്പോൾ ഒന്നുമില്ല. ഇത് വെട്ടിപ്പോയപ്പോൾ ബാക്കി 2 ഉണ്ട്. 1 ബൈ 2020 2 ബൈ 2020 കുറച്ചപ്പോൾ മൈനസ് 1 ബൈ 2020. ഇനി സമ്മതാണ്. സം ഈക്വൽ ടു എന്താണ്? n ബൈ 2. n എന്ന് പറയുന്നത് 2020 ബൈ 2 ഇൻറ്റു ആദ്യ പദം എന്താണ്? 1 ബൈ 2020 പ്ലസ് അവസാന പദം എന്ന് പറയുന്നത് എന്താണ്? 2 മൈനസ് 1 ബൈ 2020. ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാൻസൽ ചെയ്ത് പോകുന്നു. 1 ബൈ 2020 വെട്ടിപ്പോയി, 2 ബൈ 1 ബൈ 2020 വെട്ടിപ്പോയി. ബാക്കി എന്താണ്? 2020 ബൈ 2 ഇൻറ്റു ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? 2 ഉണ്ട്. ആ 2 കൂടി വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? 2020 എന്ന് ആൻസർ കിട്ടും. ആദ്യത്തെ 2020 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 2020. സിമ്പിളാണ്, 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്തേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ചെയ്യും. The sum of first n terms of an arithmetic sequence is n square plus 2n. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക n സ്ക്വയർ പ്ലസ് 2n ആണ്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് കാണാൻ ഓൾറെഡി ചോദ്യം ഉണ്ട്, അത് നമുക്ക് അറിയുന്നതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തതാണ്. അടുത്ത അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ത്? ചോദ്യം കാണാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ കാണാം. ദാറ്റ് ഈസ് സം 20 പദങ്ങളുടെ തുക കാണണം.
ഇത് നമുക്കറിയാം എൻ സ്ക്വയർ പ്ലസ് 2n ആണ്. സം ആണ് ഇത് തന്നിട്ടുള്ളത്. സം ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് 2n. ഇതിൽ എന്നിന് പകരം 1 കൊടുത്താൽ ഒരു പദത്തിന്റെ തുക കിട്ടും. എന്നിന് പകരം 2 കൊടുത്താൽ 2 പദങ്ങളുടെ തുക കിട്ടും. എന്നിന് പകരം 3 കൊടുത്താൽ 3 പദങ്ങളുടെ തുക കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സം എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എന്നിന് പകരം 20 കൊടുത്താൽ മതി. അപ്പോൾ സം ഓഫ് 20 terms equal to 20 square plus 2 into 20. 20 square എത്ര? 4ന്റെ വർഗം 2ന്റെ വർഗം 4. അപ്പോൾ 20ന്റെ വർഗം 400 പ്ലസ് 2 into 20 40. ദാറ്റ് ഈസ് ഈക്വൽ ടു 440. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ബി. Prove that the sum of continuous terms starting from the first of the sequence 3, 5, 7, etc. added to 1 gives a perfect square. 3, 5, 7 എന്ന് തുടങ്ങുന്ന prove that the sum of continuous terms starting from the first of the sequence 3, 5, 7 added to gives a perfect square. അതായത് ഇതിന്റെ സമ്മ എന്താണ്? സമ്മ n പദങ്ങളുടെ തുക. അതിനോട് കൂടി 1 കൂട്ടിയാൽ എന്ത് കിട്ടുമെന്ന്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പോൾ ഈ പ്രൂവ് ദാറ്റ് ദ സം ഓഫ് കണ്ടിന്യൂസ് ടേംസ്, അതായത് ഈ നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? ഈ ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളുടെ തുകയോട് കൂടി 1 കൂട്ടിയാൽ എന്ത് കിട്ടണം? വർഗം കിട്ടുമെന്ന് തെളിയിക്കുക. അതാണ് ചോദ്യം. ഈ ശ്രേണിയുടെ 3, 5, 7 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളോട് കൂടി 1 കൂട്ടിയാൽ ഒരു വർഗം കിട്ടുമെന്ന് തെളിയിക്കുക. പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് തെളിയിക്കുക. അപ്പൊ ഇതിന്റെ സമ്മ് കാണണം. ഈ 3, 5, 7 എന്ന് പറയുന്നത് ഇതിൽ നിന്നുള്ള സംഭവമാണ്. ഇതിന്റെ എൻ സ്ക്വയർ ആണ്. ഇതിന്റെ ഒന്നാമത് എന്താ നോക്കൂ? ഫസ്റ്റ് ടേം എൻ സ്ക്വയർ. അപ്പോൾ ഈ n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അതായത് x1 ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2n 2 into 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. n ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 പദങ്ങളുടെ തുകയാണ് കിട്ടുക. സം ഓഫ് 2 terms that is equal to 2 square plus 2 into 2 that is 4 plus 4 എത്രയുണ്ടോ? 2 സ്ക്വയർ 4, 2 into 2 4, 4 4 8. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 8 minus 3 that is 5. അപ്പോൾ ഇവിടെ നോക്കൂ ഈ ശ്രേണി 3, 5, 7 അങ്ങനെ വരുന്ന സംഭവം ഇത് തന്നെയല്ലേ? ഈ ശ്രേണി തന്നെയല്ലേ? അപ്പോൾ ഇതിന്റെ xn എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? Sn എന്ന് പറയുന്നത്, അതായത് സമ്മ എന്ന് പറയുന്നത് എന്ത് കിട്ടി? n സ്ക്വയർ പ്ലസ് 2n എന്ന് കിട്ടി. അതിനോട് കൂടി നമ്മളോട് എന്താ ആഡ് ചെയ്യാൻ പറഞ്ഞത്? 1 ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ add 1 gives എന്ത് കിട്ടും? n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. ഈ ഫോം നമ്മൾ പഠിച്ചത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 1 a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോമാണ്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം? n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നത്. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. n സ്ക്വയർ 2 ഇൻറ്റു n ഇൻറ്റു 1 അതായത് 2n 1 സ്ക്വയർ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് എ വർഗം, ഒരു വർഗ്ഗമാണ് ഇത്. അപ്പോൾ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഹെൻസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇത് ആയതുകൊണ്ട് ഇതൊരു വർഗമാണ്. സിമ്പിൾ അല്ലേ? സംഭവം ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. സമാന്തര ശ്രേണി വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് കൂടുതൽ ചെയ്യുക. ഡൗട്ട് ഉള്ളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനിയും പ്രോബ്ലംസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയും. അവസാനം നമ്മൾ ഈ പാഠങ്ങൾ മുഴുവൻ കഴിയുമ്പോൾ SSLC പരീക്ഷയോട് അടുപ്പിച്ച് വരുമ്പോൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അത് ചെയ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജുകൾ വരും. ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ പഠിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.